പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയാണ് ഇവിടെ. ഇവിടെ ഇന്ന് സംബന്ധിക്കുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ പ്രതിനിധി ശ്രീ സഫരിയാദ് ജീലാനി, ശ്രീ ദ്വന്നന്ദ് പ്രസാദ്, പ്രിയങ്കരായ വേദിയിലുള്ള സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വാർത്താമാധ്യമ പ്രതികളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഞാനിവിടെ നമ്മുടെ രണ്ട് ഗസ്റ്റിനെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളെ ഇങ്ങനെ ചുരുങ്ങിയ ആളുകളെ, രമേശ് നമ്മുടെ ഗസ്റ്റാണ്, സഫരിയ ജീലാനി നമ്മുടെ ഗസ്റ്റാണ്, ശ്രീ പ്രശാന്ത് നമ്മുടെ ഗസ്റ്റാണ്, അവരെയൊക്കെ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. ഇവിടെ വേദി നിറഞ്ഞിരിക്കുകയാണ്. അഭിസംബോധന ചെയ്യാൻ പോയാൽ ഞാൻ കൊടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ കരിമരുന്ന് വേറെ, അതിലും വലിയ പൊട്ട് പൊട്ടിക്കാൻ ആളുകള് കാത്തിരിക്കുകയാണ്. കൃത്രിമമായി കരിമരുന്നൊന്നും വേണ്ട. യൂത്ത് ലീഗിന്റെ ശക്തിയും അത് തന്നെയാണ്. ഇവിടെ രമേശ് പറഞ്ഞതുപോലെ ഞാനൊന്നിങ്ങനെ നോക്കുകയാണ്. നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ടിരുന്നാലും അറ്റം കാണുന്നില്ല, അത്ര മതിയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് രണ്ട് സമ്മേളനം കഴിഞ്ഞിട്ടാണ് ഈ സമ്മേളനം. ആദ്യൊരു സമ്മേളനം ഇവിടെ അപ്പൊ പൊട്ടി നമ്മളതല്ല, കടലിൽ നിന്നാണ് പൊട്ടിക്കോട്ടെ, ഇവിടെ മലയാണ്. ഇവിടെ അറിയാം, നമ്മുടെ ബിജെപിയുടെ അഖിലേന്ത്യാ സമ്മേളനം നരേന്ദ്ര മോഡി വന്ന് ഇവിടെ ഒരു സമ്മേളനം കഴിഞ്ഞു. വല്ലാതെ കൊട്ടിഘോഷിച്ച ഒരു യോഗമായിരുന്നു. അത് കഴിഞ്ഞാണ് വേറൊരു സമ്മേളനം. ഞാൻ ആരാണ് സമ്മേളനം നടത്തിയതെന്നൊന്നും പറയുന്നില്ല. നമ്മളൊരു മണ്ഡല സമ്മേളനത്തിന്റെ വലുപ്പമുണ്ട്, അങ്ങനത്തെ ഒരു സമ്മേളനം. ഇത് രണ്ടും കഴിഞ്ഞ് കടപ്പുറം വൃത്തിയായി. നമ്മുടെ സമ്മേളനത്തോടുകൂടി കടപ്പുറം വൃത്തിയായി. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഫാസിസവും തീവ്രവാദവും ഒന്നും പോകില്ല. ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, അതൊരു കണ്ണിയാണ്. ആ കണ്ണിയിലെ ആധുനിക ഘടകമാണ് ശ്രീ രമേശ് ചെന്നിത്തല. അതിന് മുമ്പ് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ശ്രീ കെ കരുണാകരനും കെ ആന്റണിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും. അങ്ങ് പുറകോട്ട് നോക്കാൻ ഒരുപാട് ആളുകൾ. ഇന്ന് ഈ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് രമേശ് പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് ശരീഅത്ത് ഭേദഗതി ചെയ്യാനൊന്നും പറ്റൂല, ഇവിടെ നാനാജാതി മതസ്ഥരും ജീവിക്കുന്ന സ്ഥലമാണ്. പേഴ്സണൽ ലോ ബോർഡിന്റെ ആളിവിടെ ഉണ്ട്. What opposition leader said was, he said he will stand with the minority community. അതുതന്നെയാണ് നമ്മുടെ ശ്രീ പ്രശാന്ത് ഇവിടെ ഉണ്ട്. പിന്നോക്ക അവശ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഫോർമുലയാണ് മുസ്ലിം ലീഗിന്റെ. അത് മതേതര ശക്തികളുടെ കൂട്ടായ്മ. ആ മതേതര ശക്തികളുടെ കൂട്ടായ്മക്ക് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോ നമ്മൾ ഈ രാജ്യത്തെ ഇവിടെ എത്തിച്ചത്. നാളെ ഈ രാജ്യം എങ്ങോട്ടെങ്കിലും ആരെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അതിനെ തടയിടാൻ ഇവിടെ പിന്നോക്ക അവസര ന്യൂനപക്ഷ മതേതര ശക്തികളുണ്ട് എന്നാണ് ഒപ്പോസിഷൻ ലീഡർ ഇപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന രമേശ് ചെന്നിത്തല ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ കൂടെയാണ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ വമ്പിച്ച പടയണിയെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിനൊന്നും ചേർത്ത് അത്ര എളുപ്പം പോകാൻ പറ്റില്ല. ലോകത്ത് പല ഏകാധിപതികളായ ഭരണാധികാരികളും ഉണ്ടായിട്ടുണ്ട്. പല ഏകാധിപതികളാണ്. ഇപ്പോ
അമേരിക്കയിൽ ട്രംപ് ജയിച്ചു. എങ്ങനെയോ ജയിപ്പിച്ചതിന് ശേഷം നാട്ടിലെ ആളുകളെല്ലാം കൂടി ഇപ്പോ തെരുവിലാണ്. ഇത് വേണ്ടില്ലായിരുന്നു എന്നും പറഞ്ഞ് അമേരിക്കയിൽ ഒമ്പിച്ച പ്രതിഷേധം. എന്നമാതിരി ഇവിടെ മോഡിയെ ജയിപ്പിച്ചു. ഇന്ത്യയിലെ നൂറുകണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇപ്പൊ ക്യൂലാണ്. എല്ലാവരും ക്യൂലാണ്. ക്യൂവിന്റെ പുറത്താരുമില്ല. ഇന്ത്യൻ ജനത മുഴുവൻ ക്യൂവിൽ നിർത്തിയിട്ടാണ് പ്രധാനമന്ത്രി ജപ്പാൻ പോയിരിക്കുന്നത്. നിങ്ങളൊന്നോ ഈ ജാതി തുഗ്ലക്ക് പരിഷ്കാരവും ഒക്കെ ആയിട്ട് വന്നാൽ തന്നെയാണ് തുഗ്ലക്ക് പരിഷ്കാരം എന്ന് പറയുന്നത്. ഒരു ദിവസം രാജാവിന് തോന്നും ഇന്ന് ക്യാപിറ്റൽ നല്ലത് ഡൽഹിയാണ്. പിറ്റേ ദിവസം തുഗ്ലക്കിന് തോന്നുന്ന ഇവിടെ ഒരു സുഖം ചെന്നാണ് ആഗ്രഹിക്ക് മാറ്റിക്കളയാണ്, അല്ലെങ്കിൽ വേറെ എവിടേക്കും മാറ്റിക്കളയാം. ഇത് തന്നെയാണ് പണ്ട് തുഗ്ലക്ക് ചെയ്തത്. എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒരു ദിവസം ക്യൂല് നിർത്താൻ മോഡിക്കല്ലാതെ കഴിയൂലായ അപാരമായ കഴിവന്നെ വേണം. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഇത്രകാലം ഭരിച്ചു. ലോകത്തിലെ ഒന്നാമത്തെ ജനശക്തിയായി ഈ രാജ്യം വളർന്നു വന്നു. ആ വളർന്നു വന്ന രാജ്യത്തെ ഇന്ന് മോഡി എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഒരു വശത്ത് ആവശ്യം വരുമ്പോൾ വർഗീയത പുറത്തെടുക്കുന്നു. അതിനാണ് നമ്മുടെ ഏക സിവിൽ കോഡ് വർഗീയത പുറത്തെടുത്തിരിക്കുകയാണ്. യാതൊരു സംശയം വേണ്ട. ഏക സിവിൽ കോഡും മുത്തലാഖും ഒക്കെ മോഡിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോ തന്നെ ഇത് യുപിക്കുള്ള സാധനമാണ് എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ആവശ്യം വരുമ്പോ കമ്മ്യൂണലായിട്ടുള്ള ഡിവൈഡ് ഉണ്ടാക്കാം എന്ന സാമ്പത്തിക രംഗത്തെങ്കിലും അല്പം ബുദ്ധി കാണിക്കും എന്നാണ് വിചാരിച്ചത്. അതുമില്ല. ഈ ജാതി മണ്ടത്തരം കൊടുക്കാൻ നോട്ടില്ല. ആളുകൾ മുഴുവൻ വിഷമിക്കുന്നു. മനുഷ്യൻ എങ്ങനെ ഉപജീവനമാർഗം? നോർത്ത് ഇന്ത്യയിലൊക്കെ റേഷൻ ഷാപ്പ് കൊള്ളയടി ഒക്കെ തുടങ്ങിയെന്നാണ് പറയുന്നത്. റേഷൻ ഷാപ്പ് കൊള്ളയടിച്ചിരിക്കുന്നു. ഇവിടെ ബാങ്കുകൾ കൗണ്ടർ എത്ര വെച്ചിട്ടാ മനുഷ്യൻ ക്ഷമിക്കുക? ഞങ്ങളും ഒക്കെ എല്ലാവരോടും ക്ഷമിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിങ്ങനെ എന്നൊന്നും നോക്കുമല്ല. ഒരീസം എല്ലാവരും കൂടി പിടിച്ചിറക്കിക്കോളും. ആ കാര്യത്തില് യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭരണം ഇങ്ങനെ പോവാണ്. അതുകൊണ്ട് നമ്മൾ ജനാധിപത്യപരമായി മുന്നോട്ട് പോകണം. ഒരു വശത്ത് തീവ്രവാദം, നമ്മൾ ഇവിടെ കടപ്പുറത്ത് ഫാസിസ്റ്റ് സമ്മേളനം നടന്നു. കേരളത്തിൽ എത്ര കുത്തിട്ടും എത്ര വെള്ളം ഒഴിച്ചിട്ടും എന്ത് വളർത്തിട്ടും അത് വളരുന്നില്ല. ഫാസിസം വളരുന്നില്ല. എന്താ കാരണം? കേരളത്തിലെ ജനങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും അതുകൊണ്ടാണ് ഇവിടെ വളരാത്തത്. അതേപോലെ തന്നെ മറ്റത് അതിന്റെ എതിർവശം ഫാസിസം. അവിടെയും ഇവിടെയും ജാതി ഓലപ്പടക്കം പൊട്ടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടറുണ്ടല്ലോ നമ്മുടെ നാട്ടില്. ഓലപ്പടക്കം പൊട്ടിച്ചുകൊണ്ട് നടക്കുന്ന, അതുകൊണ്ട് വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതുന്ന തീവ്രവാദികൾ. ആ തീവ്രവാദം പോലെ വലിയ സമ്മേളനത്തിൽ അവരെ പേരൊന്നും പറഞ്ഞ് അവരെ വലുതാക്കാൻ ഞാൻ നിൽക്കണില്ല. അതിനകത്തൊന്നും ഇല്ല. അവര് കേരളത്തില് അവരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ 9 എണ്ണം ഞങ്ങൾ വിജയിച്ചു തന്നു. ഞാൻ വിചാരിച്ചു 9 പഞ്ചായത്ത്, നോക്കുമ്പോ 9 വാർഡാണ്. അതായത് കേരളത്തിലൊക്കെ വലിയ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞ കൂട്ടത്തിലൊക്കെ അത് തന്നെയാണ് ബിജെപിയുടെയും സംഘപരിവാറിന്റെയും കേരളത്തിലെ വളർച്ച. ഒരാള് തിരുവനന്തപുരത്ത് ജയിച്ചു എന്ന് പറഞ്ഞാൽ മുരളി കഴിഞ്ഞ ആഴ്ച അസംബ്ലി പറയുന്നത് കേട്ടു. അത് വളരെ സത്യമാണ്. എത്ര പ്രാവശ്യം ഒരു മനുഷ്യനെ തോൽപ്പിക്കുക എന്ന് വിചാരിച്ച് ഇനി ഒന്ന് പോട്ടെ അല്ലേ? തോൽപ്പിക്കണേലും ഈ ഒരു കണക്ക് അതുകൊണ്ട് ജയിപ്പിച്ചതാണ്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് ജയിക്കണ്ടേ? അപ്പൊ അല്ലാതെ ബിജെപിയുടെ ശക്തി കൊണ്ടൊന്നും ജയിച്ചതല്ല. അങ്ങനെ ഒരു സിമ്പതി കൊണ്ട് ജയിച്ചാണ്. ഇനി അവിടെ മോഡിയാണെങ്കിൽ ഇവിടെ ഇപ്പോ പിണറായി ഗവൺമെന്റ് ഇടതുപക്ഷം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തില് നമ്മള് ബഹുദൂരം മുന്നോട്ട് അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിവേഗം ബഹുദൂരം പിന്നോട്ടാ പോണത്. 5-6 മാസമായിട്ട് പറഞ്ഞു. ഞാൻ പറയണോ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ആകെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു നല്ലത് പറയാനുള്ളത് പെൻഷനെല്ലാം കൂടി ഒന്നിച്ചു കൊടുത്തു എന്നുള്ളതാണ്. കുറെ ആളുകൾക്ക് അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു. കഷ്ടകാലത്തിൽ ആ പൈസ വരെ കയ്യിലാണ് കിട്ടിയത്. അത് കൊടുത്തു. ആ കൊടുത്തത് തന്നെ. ആ കൊടുത്തതല്ലാതെ അത് തയ്യാറെ വന്നു കർഷക തൊഴിലാളികൾക്ക് കൊടുത്തോ? ഇല്ല. അങ്ങനെ പലർക്കും കൊടുത്തില്ല. കാരണം എന്താ? അന്ന് ഇലക്ഷൻ പെട്ടെന്ന് പ്രഖ്യാപിച്ചപ്പോ, ഞാൻ വെറുതെ പ്രസംഗത്തിന് വേണ്ടി പറയുന്നതല്ല, സത്യമാണ്. രമേശ് ചെന്നിത്തല എവിടെ ഇരിക്കുന്നു, അതുപോലെ തന്നെ MLA-മാർ എവിടെയൊക്കെ ഇരിക്കുന്നു, മന്ത്രിമാരുള്ള ആളുകളുണ്ട് ക്യാബിനറ്റിൽ. ഞങ്ങൾ ആലോചിച്ചതാണ് ഒന്നിച്ചു കൊടുക്കുക. അതിനിടയിൽ ഇലക്ഷൻ വന്നിട്ടത് അന്നത്തെ ഫൈനാൻസ് സെക്രട്ടറിയും ബാക്കിയുള്ള ആളും അപ്പോ സഹകരിച്ചില്ല. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വേറൊരു സൗകര്യമുണ്ട്. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ആമ പോണ വഴിയെ പോകും.
പിന്നെ നടക്കൂല. ഒരു മുടന്തല് തുടങ്ങും, ഒരു 6 മാസം മുമ്പ് തുടങ്ങും. ഇങ്ങനെ അത് ഞങ്ങൾ ആ പെൻഷൻ ഒന്ന് പെട്ടെന്ന് കൊടുപ്പിക്കാൻ വേണ്ടി പെടാപാട് പെട്ടതാണ്. അതിനിടയിൽ ഇലക്ഷൻ നിയന്ത്രണം വന്നു, അതൊന്ന് കൊടുത്തില്ല. അതവിടെ ഉണ്ടായിരുന്നു. ഇത് പാരാണ്ട് പറഞ്ഞതുപോലെ ഇവര് വന്ന് ആ പെൻഷൻ തുക ഒന്നിച്ച് കൊടുത്തപ്പോ എല്ലാം കൂടി ഉണ്ട് ഇറങ്ങിയിട്ട് വാൾ പോസ്റ്റർ കൊട്ടിക്കിട്ട് ഇപ്പൊ കണ്ടില്ലേ പെൻഷൻ എന്ന് പറഞ്ഞു. അത് നല്ല കാര്യം തന്നെ, ഞങ്ങൾ ചെയ്തതിന്റെ ഒരു തുടർച്ചയെങ്കിലും കൂടി ചെയ്തല്ലോ. പക്ഷേ ബാക്കി ഇപ്പൊ ഈ 5-6 മാസം നിങ്ങളതായിട്ട് എന്താ പറയാനുള്ളത്? ഞങ്ങളത് ഉദ്ഘാടനം ചെയ്ത് നടക്കുക എന്നല്ലാതെ നിങ്ങളുടേതായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ത് പ്രോഗ്രാമാണ്, എന്ത് വികസനാണ്, എന്ത് പ്ലാനാണ്? ഞങ്ങൾ നിയമസഭയിൽ ഈ കാര്യം ചോദിച്ചു, ചർച്ചയിലൊക്കെ ചോദിച്ചു. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ നിങ്ങളെ പരിപാടി? ഞങ്ങൾ വന്നപ്പോ 100 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങളുടെ പ്രയോറിറ്റി ഫിക്സ് ചെയ്ത് പറഞ്ഞു. ഇതുവരെ ഇവർ നയപ്രഖ്യാപനം നടത്തിയില്ല. ചെറുപ്പക്കാർക്ക് എങ്ങനെ തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കുറ്റം പറഞ്ഞ് കഴിയാണ്. അത് എത്ര കാലം ഞങ്ങളെ കുറ്റം പറഞ്ഞ് കഴിയുക? ഇവിടെ നിങ്ങളതായിട്ട് വല്ലതുണ്ടെങ്കിൽ ഒന്ന് പറയും എന്ന് ഞങ്ങളൊക്കെ നിയമസഭയിൽ പറഞ്ഞു. പറയുന്ന ലക്ഷണം കാണാനില്ല. മന്ത്രിമാരൊക്കെ ഇങ്ങനെ ഒരുമാതിരി നിലാവത്ത് കോഴികളെ വിട്ട മാതിരി ഒരു എത്തുംപിടി ഇല്ലാതെ ഇങ്ങനെ കളിക്കുകയാണ്. കുറച്ചു കാലമൊക്കെ എല്ലാവരും ക്ഷമിക്കും. പിന്നെ മണ്ടത്തരങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങും. ചില്ലറ മണ്ടത്തരങ്ങളൊക്കെ ഒരാൾക്കേ മണ്ടത്തരം പറ്റി പുറത്തു പോയിട്ടുള്ളൂ. ഇത് മുഴുവൻ മണ്ടത്തരം കാണിക്കുന്ന ആളുകളാണ് എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നതിന്റെ അടുത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന എന്നുള്ളത് ഉമ്മൻചാണ്ടി ഇട്ടിട്ട് പോയത് വലിയൊരു പാന്താവാണ്. കേരളത്തിലെ റോഡുകൾ കണ്ടില്ലേ? 1-ാം നമ്പർ മിനുസപ്പെടുത്തിയ റോഡാണ്. അല്ലാത്ത റോഡ് കാണാൻ പ്രയാസമാണ്. പാലങ്ങൾ കണ്ടില്ലേ? ഓവർ ബ്രിഡ്ജുകളുടെ പണി നടക്കുന്നത് കണ്ടില്ലേ? എയർപോർട്ടുകൾ കണ്ടില്ലേ? എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ടിനൊക്കെ അവർ പരിഹസിക്കുകയാണ്. എയർപോർട്ടിൽ വന്നിറങ്ങിയത് പ്ലെയിനല്ല, തുമ്പിയാണെന്നാ അവർ പറയുന്നത്. തുമ്പിയാണെന്ന്. ചെറിയ വിമാനവും തുമ്പിനെയും തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളോട് പിന്നെ എന്ത് പറയാനാണ്? ആ വന്ന് മാറിപ്പോയത് തുമ്പിയാണെന്ന്. അവിടെ 1-ാം നമ്പർ വിമാനം വന്നിറങ്ങിയത്. നിയമസഭയിൽ എന്നോടൊരാൾ ചോദിച്ചു, വിമാനം വന്നിറങ്ങിയിട്ട് എന്തുണ്ടായി? നേരെ അങ്ങനെ ചോദിക്കണം. ഞാൻ പറഞ്ഞു, വിമാനം വന്നമാരും മടങ്ങിപ്പോയി, അല്ലാതെ എന്താണ്ടാണ്? വിമാനം വന്നിറങ്ങി, പിന്നെ ആളിറങ്ങി, അവിടുത്തെ പണി കഴിഞ്ഞവർ പോയി. അവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങൾ ചെയ്യണ്ടേ? മെട്രോ ട്രയൽ ഓടി അരമണിക്കൂർ. പിന്നെ എന്തുണ്ടായി? ഞാൻ പറഞ്ഞു, മെട്രോ ഓടി, അതായത് ഷെഡ്ക്ക് തിരിച്ചുപോയി. പിന്നെ എന്തുണ്ടാകാനാ? ബാക്കി നിങ്ങൾ ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്യാൻ മെട്രോന്റെ പണി നിന്നു, വിമാനത്താവളത്തിന്റെ പണി നിന്നു. അതേപോലെ തന്നെ റോഡുകളുടെ ഇബ്രാഹിമിഞ്ഞുണ്ടാവുമ്പോഴേ റോഡുകളുടെ പണി ഭയമായി നടക്കുന്നില്ല. അതേപോലെ തന്നെ റോഡുകളുടെ പണി നടക്കുന്നില്ല. ഡെവലപ്മെന്റില് കേരളം പുറകോട്ട് പോവുകയാണ്. പഴയ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ് ആ ആലസ്യത്തിൽ ഇങ്ങനെ കഴിയാണ്. ആ ആലസ്യം ഇനി അധികാലം പോകില്ല. ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞു. ഇനിയൊന്ന് അവനാനെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതാണ്. LDF ഗവൺമെന്റ് ഞങ്ങള് യാതൊരു സംശയം വേണ്ട. നാട്ടില് അക്രമം. കോഴിക്കോട് ഈ സമ്മേളനം നടത്തുകയാണ്. കോഴിക്കോട് ഈ സമയം എത്ര സമാധാനപരമാണ്. ഒരു ട്രാഫിക് മുടക്കം ഈ ടൗണിലുണ്ടോ? കാരണം ലോ അബൈഡിങ് കുട്ടികളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര്. അവരക്രമകാരികളല്ല, പ്രശ്നമുണ്ടാക്കുന്നവരല്ല. മറ്റ് 40 എണ്ണം വന്ന് 40 ലക്ഷത്തിന്റെ കൂനലാണ്. എന്തൊക്കെ കുഴപ്പങ്ങളാണ്. ഒരു സമ്മേളനം കഴിയുമ്പോൾ ഒന്നുമില്ല. വളരെ ഡിസിപ്ലിൻഡായി. ഞാൻ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെയും കഴിഞ്ഞ കമ്മിറ്റിയെ അങ്ങേയറ്റം അഭിനന്ദിക്കുക. 3 ദിവസമായിട്ട് അവർ കൈകാര്യം ചെയ്ത വിഷയങ്ങളും ഒട്ടേറെ സെമിനാറുകളാണ്. അതിൽ പങ്കെടുത്ത ആളുകളും ഇവിടെ ഇപ്പൊ ഇവരൊക്കെ പ്രസംഗിക്കാണ്ട് ഞാൻ ഔചിത്യം കാണിക്കില്ല, അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ജീലാനിയും അതുപോലെ തന്നെ സാവത്തും ഒക്കെ പ്രസംഗിക്കാറുണ്ട്. അവർക്കൊക്കെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണൽ ലോ ബോർഡ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ ഒരുമിച്ചുകൂടി. മുസ്ലിം സംഘടനകൾ ഒരുമിച്ചുകൂടി അവർ ഒപ്പുശേഖരണം നടത്തുകയാണ്. എന്താ കാരണം? പേഴ്സണൽ ലോ ബോർഡ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ ഈ മോഡി പരിഷ്കാരത്തിനെതിരാണ്. ആ മോഡി പരിഷ്കാരത്തിനെതിരായുള്ള ജനങ്ങളുടെ ഒരു വലിയ
ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ തന്നെയാണ് ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന യൂത്ത് ലീഗിന്റെ ഈ സമ്മേളനം. ജനങ്ങൾ മുഴുവൻ എതിരാ. മലപ്പുറത്ത് സമസ്തയുടെ നേതൃത്വത്തിൽ നടന്നു. എല്ലാ മുസ്ലിം സംഘടനകളും അയാളെ പങ്കെടുത്തു. എല്ലാ സംഘടന എന്ന് പറയുമ്പോൾ ഒന്നും വന്നിട്ടില്ല, അത് പണ്ടും വന്നിട്ടില്ല, കയറിട്ട് പിടിച്ചോണ്ടിരാൻ പറ്റുമോ? പറയാനല്ലേ പറ്റുള്ളൂ. മജീദ് ക്ഷണിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ഞാൻ മലപ്പുറത്തും പറഞ്ഞത് കല്യാണത്തിനാവുമ്പോക്കെ അങ്ങനെ ക്ഷണിക്കല്. ഇത് രാജ്യം അപകടപ്പെടുന്നു എന്ന് കാണുമ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് കറിയുമ്പോ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞാൽ പോരെ? അപ്പൊ തന്നെ അതിൽ ഒരുമിച്ച് കൂടണ്ടേ? അതൊന്നും അല്ല, അത് വേറൊരു സോക്കടാണ്. ആ സോക്കട് തലുള്ള കാലം ജലദോഷം മാറൂല എന്ന് പറഞ്ഞ മാതിരി അത് ഈ തട്ടുന്ന് മാറാൻ പോലും. തെരഞ്ഞെടുപ്പില് വേറൊരു നിറം, തെരഞ്ഞെടുപ്പ് കാലത്ത് വേറൊരു നിറം. ഒരു ഗുണമുണ്ടായി, മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കൽ അത്ര എളുപ്പമൊന്നുമല്ല എന്ന് നമ്മുടെ ശംസുദ്ദീൻ ഇവിടെ ഇരിക്കുന്നതിന് ആവശ്യം കാണിച്ചു. അതേപോലെ തന്നെ നമ്മുടെ നാദാപുരത്ത് അവിടെ എത്രയോ കാലമായി നമ്മുടെ പ്രവർത്തകന്മാർ അനവധി ത്യാഗങ്ങൾ സഹിച്ച് പോരാടി കഴിഞ്ഞു പോവാണ്. അവിടെ കുറ്റ്യാടിയിലൂടെ ഇവിടെ പാറക്കലിരിക്കുന്നു അന്തസ്സുള്ള ഒരു വിജയം. അവിടെ ഒരടി കൊടുക്കാൻ CPM-ന് ഇടതുപക്ഷത്തിന് ഒരു അടി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയതാണ്. അങ്ങനെ UDF-ന് ചില്ലറ സീറ്റ് നഷ്ടമൊക്കെ ഉണ്ടായപ്പോഴും UDF-ന്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും മറ്റു കക്ഷികളും എല്ലാവരും കൂടി അന്തസ്സുറ്റ വിജയം സമ്മാനിച്ച ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. അനാവശ്യമായി ലീഗിനെ വെല്ലുവിളിച്ചത് ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് വിളിച്ചു കിട്ടിയാൽ നമ്മൾ കഴിച്ചിലായി അതോടുകൂടി. കാരണം അങ്ങനെ വലിയ ആവേശമാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഇവിടെ അവിടെയും മലപ്പുറം കലക്ടറേറ്റിൽ ആരോ ഒരു ബോംബോട്ട്. ഇതൊക്കെ ആരെ കൊണ്ടാ കഴിയാത്ത കാര്യം. ആരും കാണാതെ ഒരു കാറിന്റെ ഡിക്കിൽ കൊണ്ടുപോയി വെച്ച് പൊട്ടിക്കാൻ അതിനെന്തിനാ ഉസിര്? അതിലെന്താ ഇത്ര വലിയ കാര്യമുള്ളത്? ഈ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കാം എന്നല്ലാതെ ഇവിടെ സാദിഖലി പറഞ്ഞതുപോലെ ആരെ മാതൃകയാക്കിയിട്ട് അവരൊക്കെ പോണത്? ഏത് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ പോണത്? ഇത് മറ്റെന്തോ താല്പര്യമാണ്. അന്തർദേശീയ തലത്തിൽ ഈ തീവ്രവാദത്തിന് ലീഡർഷിപ്പ് കൊടുക്കുന്നവർക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട്. അവർ ശക്തിപ്പെടുത്തുന്നത് ഇവിടുത്തെ ഫാസിസ്റ്റുകളെയാണ്. ഹൈന്ദവ ഫാസിസ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ഈ സംഘപരിവാറിനെയും ഒക്കെ ശക്തിപ്പെടുത്താൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ തീവ്രവാദം കളിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ശിഹാബ് തങ്ങളുടെ കാലത്ത്, അത് കഴിഞ്ഞപ്പോൾ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ്. യുവജനങ്ങളാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഈ ഇരിക്കുന്നത് മുഴുവൻ യുവജനങ്ങളാണ്. അവര് തീവ്രവാദത്തിലേക്ക് കാലെടുത്ത് കുത്തൂല എന്നുള്ള ഗ്യാരണ്ടി ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ചില്ലറൊരു വർത്താനമല്ല ഈ കാലത്ത്. ഞാൻ ഈ മലപ്പുറം കലക്ട്രേറ്റില് ഒരു ചെറിയ സ്ഫോടനം, കൊല്ലം കലക്ട്രേറ്റിലെ സ്ഫോടനമൊക്കെ കണ്ടപ്പോ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഇട്ടു. കാരണം നമുക്കതിന് എനിക്ക് നല്ലോണം അറിയാം. ഇതൊന്നും എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്ത് തീവ്രവാദം വളരാൻ പോകുന്നില്ല. ഇതിലും വലിയ ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഫാസിസവും തീവ്രവാദവും ഒക്കെ നശിപ്പിക്കുകയാണ്, രാജ്യത്ത് നശിപ്പിക്കുകയാണ്. അതിനാണ് വേഗ സിവിൽ കോഡ് എടുത്തിട്ടിരിക്കുന്നത്. മുത്തലാഖൊക്കെ അതിനെടുത്തിട്ടതാ. മുത്തലാഖ് എന്ന് പറയുന്നത് ഒരു ചൂണ്ടയിൽ ഇങ്ങനെ കൊത്തി ഒക്കെ ഇട്ടിക്കുകയാണ്. അതിലിങ്ങനെ അറിയാതെ നമ്മളെ പിടുത്തത്തിലെ CPM-ന്റെ ആളുകളൊക്കെ മെല്ലെ പോയി ഒന്ന് കൊത്തി. ഇത് വലിയ ഗുണമില്ല എന്ന് കണ്ടപ്പോ വേഗം വിട്ടു ഇടതുപക്ഷത്തെ ചില MLA-മാരൊക്കെ. പക്ഷെ അവരെ പാർട്ടി അത് വിലയിരുത്തി കാണും. ഞങ്ങള് UDF-ന്റെ നേതാക്കന്മാരിൽ ഞങ്ങളെല്ലാവരും കൂടി മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടു പറഞ്ഞു, ഇത് വേറെ സാധനം, ഇതിമ കയറി കൊത്തണ്ട. അതിനുശേഷം വലിയ കൊത്ത് കണ്ടിട്ടില്ല അപ്പുറത്തുനിന്ന്. എന്തായാലും ശരി, നമ്മുടെ ഇന്നത്തെ ഈ കടപ്പുറത്തെ ഐക്യദാർഢ്യ ഇവിടുത്തെ ഈ റാലി തീർച്ചയായും ഏക സിവിൽ കോഡിന് എതിരെ കൂടിയുള്ളതാണ്.
I was saying this conference is also for the solidarity, express the solidarity with the person law board and the All India backward communities and the secular voices to fight against this, move against Sharia. അതും കൂടിയാണ് ഇത് എന്ന് ഞാൻ പറയുകയായിരുന്നു. അവരൊക്കെ വന്നതല്ലേ, ആ ഇൻട്രസ്റ്റ് റെപ്രസെന്റ് ചെയ്താണ് ശ്രീ ഗിലാനി ഇവിടെ ഇരിക്കുന്നത്. അവരാണത് ഇന്ത്യയിൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിന്റെ പിറകിലാണ് ഈ രാജ്യത്തെ മതേതര ശക്തികളൊക്കെ ഇവിടെ ശ്രീ രമേശ് പറഞ്ഞതുപോലെ അണിനിരന്നിരിക്കുന്നത്. ഏതായാലും ശരി, നമ്മുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് കോഴിക്കോട് പല ചരിത്രവും കണ്ടിട്ടുണ്ട്. ചരിത്രങ്ങളുടെ ഒരു ഘോഷയാത്ര കണ്ട നഗരാത്. വാക്കുകുരുക്കൾ പച്ചക്കുപ്പായിട്ട് വന്ന അങ്ങോട്ട് തുടങ്ങി നമ്മുടെ ചരിത്രത്തിൽ വലിയ ഹിസ്റ്ററിയിൽ ഒരുപാട് സംഭവങ്ങളുള്ള അവിടെ ഞങ്ങളുടേതായ ഒരു കണ്ണി തുന്നിച്ചേർക്കാൻ അണ്ണാരക്കണ്ണനും തന്നാലായത് കാഴ്ചവെച്ച യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെയും അണികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്. ഒരു മഹത്തായ കർമ്മത്തിന് കൂടി ഈ സമ്മേളനം സാക്ഷ്യം വഹിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തന പദത്തിൽ കാരുണ്യത്തിന്റെ കയ്യൊപ്പ് ചേർത്തി ദുരിതമനുഭവിക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും സ്വാന്തനത്തിന്റെ തെളിനീര് പകർന്ന നൂതന പദ്ധതി സൊസൈറ്റി ഫോർ ഹ്യൂമൻ എയ്ഡ് ആൻഡ് എംപവർമെന്റ് ഷെയ്ഡ്. ഈ പദ്ധതി പ്രകാരം ഇതിനകം പൂർത്തീകരിച്ച വേറിട്ട പദ്ധതികളുടെ തുടർച്ചയായി കാസർഗോഡ് ജില്ലയിലേക്ക് നൽകുന്ന സഹായ പദ്ധതികളുടെ വിതരണം അഭിമന്യനായ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ കാസർഗോഡ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികൾക്ക് കൈമാറുകയാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലേക്കുമുള്ള സഹായ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ സഹായ വിതരണം നൽകുന്നതിന് വേണ്ടി അഭിമന്യനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളെയും വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. Now we are moving to the next session. Today, for this beautiful evening,